കർത്താവായ യേശുക്രിസ്തുവിന്റെ മാധുര്യമേറിയ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായിട്ടുള്ള നല്ല പ്രഭാതത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ കാണുവാൻ ദൈവം ആയുസ്സ് നൽകുന്ന ഈ അവസരത്തെ ഒരു പ്രശംസയും പദവിയുമായി കരുതുകയും ഇന്ന് രാവിലെ സമയം ഈ പ്രഭാതം നമുക്ക് അനുവദിച്ച് നൽകുന്ന സർവകൃപാലുവായ ദൈവത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും ബഹുമാനവും കരയറ്റുകയും രാവിലെ പ്രാർത്ഥനയ്ക്കായി സൂമിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വന്യപരിശുദ്ധ നാമത്തിലുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ആരംഭിച്ചു വെച്ച തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്തോത്രം. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നിന്നാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ചിന്തിപ്പാനിടയായി തീർന്നത്. ധന്യനായ പൗലോസ് ശ്ലീഹ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. എന്റെ മകനെ, ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിനെ 3ആയി ഡിവൈഡ് ചെയ്താണ് പഠിക്കുന്നത്. ഒന്ന്, ഈ നിർദ്ദേശത്തിന്റെ അർത്ഥം എന്താണ്? നമ്മളത് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. 2, ഈ നിർദ്ദേശത്തിന്റെ ആവശ്യകത എന്താണ്? 3, ഈ നിർദ്ദേശത്തിന്റെ അനുസരണത്തിനായുള്ള ഒരുക്കം എന്താണ്? അതിൽ നമ്മളിപ്പോൾ 2-ാമത്തെ ഭാഗത്ത് നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു നിർദ്ദേശം പൗലോസ് കൊടുക്കാനുണ്ടായതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അതിൽ ഒരു മറുപടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച ആ മറുപടി? സ്തോത്രം. പൗലോസ് തിമോഥെയോസിനോട് എൻ്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക എന്ന് പറഞ്ഞതിൻ്റെ ഈ നിർദ്ദേശത്തിന്റെ ഒരാവശ്യകത നമ്മൾ ചിന്തിച്ചു. ആ കാലത്ത് ചുറ്റുപാടുണ്ടായിരുന്ന സഭകളുടെ അവസ്ഥകൾ അത്ര ശുഭമല്ലാത്ത അവസ്ഥയായിരുന്നത് കൊണ്ട് ആ സഭകളുടെ ആ സമയത്തെ അവസ്ഥകളുടെ പോക്ക്, അതിൻ്റെ നിലവാരം, അതിൻ്റെ ശുഭമല്ലാത്ത അവസ്ഥകളുടെ നടുവിലാണ് തനിക്ക് പകരമായി തീരേണ്ട തിമോഥെയോസിനോട് ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക എന്നുള്ള നിർദ്ദേശം പൗലോസ് നൽകിയതെന്ന് പറഞ്ഞ് നമ്മൾ വൈൻഡപ്പ് ചെയ്തു. ഇന്ന് അടുത്ത ഒരു ചിന്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. സ്തോത്രം. ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക, ഈ നിർദ്ദേശം പൗലോസ് നൽകിയതിൻ്റെ രണ്ടാമത്തെ കാരണം തനിക്ക് ചുറ്റും നടക്കുന്ന വിശ്വാസത്യാഗം പൗലോസ് കണ്ടതുകൊണ്ടാണ് നിജപുത്രനായ താൻ മകന് തുല്യം സ്നേഹിക്കുന്ന തിമോഥെയോസിനെ ഇങ്ങനെ ഒരു നിർദ്ദേശം, ക്രിസ്തുയേശുവിന്റെ കൃപയാൽ ശക്തിപ്പെടണം എന്നുള്ളൊരു നിർദ്ദേശം പൗലോസ് കൊടുക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ പൗലോസിന്റെ നിരീക്ഷണത്തിൽ തനിക്ക് ചുറ്റും നടക്കുന്ന വിശ്വാസത്യാഗങ്ങൾ നിരവധി പൗലോസ് കണ്ടു. സ്തോത്രം. നമ്മുടെ കാലത്തും വിശ്വാസത്യാഗത്തിനൊന്നും കുറവില്ല. വിശ്വാസത്യാഗം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ വന്നിട്ട് വിശ്വാസത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്നതിനെ അല്ല വിശ്വാസത്യാഗം എന്ന് പറയുന്നത്. പിന്നെയോ വിശ്വാസ ജീവിതത്തിൽ വന്ന് ഏറെ കാലങ്ങൾ നിന്നിട്ട് ആ വിശ്വാസത്തെ വേണ്ട എന്ന് വെച്ച് എന്നേക്കുമായി ഒരു മടങ്ങിവരവില്ലാതെ ഓടിപ്പോകുന്നതിനെയാണ് വിശ്വാസത്യാഗം എന്ന് പറയുന്നത്.
അതിനെക്കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ചില ബൈബിൾ സ്കോളേഴ്സ് പറയുന്നു ഇവർ കുറച്ചു കാലം നമ്മുടെ ഇടയിൽ വന്നു, നമ്മുടെ കൂടെ നിന്നു, പക്ഷേ ഇവര് രക്ഷിക്കപ്പെട്ടവരല്ല എന്നാണ് ബൈബിൾ സ്കോളേഴ്സിന്റെ അഭിപ്രായം. എന്നാൽ ചില ആളുകൾ പറയുന്നു അല്ല, അവർ രക്ഷിക്കപ്പെട്ടവർ തന്നെയാണ്, എന്നാൽ അവർ വിശ്വാസം നഷ്ടപ്പെട്ട് അവർ പോയി എന്നേ ഉള്ളൂ എന്ന് പറയുന്നു. എന്താണെങ്കിലും പൗലോസ് തിമത്യോസിനോട് വളരെ ഗൗരവമായിട്ട് ക്രിസ്തുവേശുവിനുള്ള കൃപയാൽ ശക്തിപ്പെടുവാൻ പറയാൻ കാരണം, തന്റെ നിര്യാണകാലം അടുത്തു, താൻ പാനീയയാഗമായി ഒഴിക്കപ്പെടാൻ പോകുന്നു, ഇനി താൻ ഈ ഭൂമിയിലില്ല, പക്ഷെ തനിക്ക് പകരം നിൽക്കേണ്ട ആളാണ് തിമത്യോസ്. അപ്പോൾ തന്റെ ചുറ്റും നടക്കുന്ന വിശ്വാസത്യാഗം കണ്ടുകൊണ്ട് പൗലോസ് വളരെ ശക്തമായി തിമത്യോസിനോട് പറയുകയാണ്, ആ വിശ്വാസത്യാഗം നാളെ തിമത്യോസിലും സംഭവിച്ചേക്കാം, പക്ഷേ അത് സംഭവിക്കാതിരിക്കേണ്ടതിന് അടിയന്തരമായി നീ ചെയ്യേണ്ടത് ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടണം. സ്തോത്രം. ഇന്ന് രാവിലെ ദൈവവചനം പ്രസംഗിക്കുന്ന ഞാൻ നാളെ കൃപയിലുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങളുണ്ടോ എന്ന് നിങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ ഇന്ന് നാം കൃപയിലുണ്ടെങ്കിൽ അതവന്റെ കൃപയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ സമയം ദൈവാത്മാവ് നിങ്ങളോട് വിളിച്ചു പറയുന്നു, വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ കൃപയിൽ നിൽക്കണം എങ്കിൽ, നിങ്ങൾ വിശ്വാസത്യാഗത്തിനകത്ത് പെട്ടുപോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടണം. വിശ്വാസത്യാഗം അന്ത്യകാല ലക്ഷണങ്ങളിൽ ഒന്നായിട്ട് ലേഖനങ്ങളിൽ കാണാൻ കഴിയുന്നു. സ്തോത്രം. നമുക്ക് പൗലോസ് അങ്ങനെ വിശ്വാസത്യാഗം എന്ന വിഷയത്തെ തന്റെ ചുറ്റും കണ്ടു എന്നുള്ളതിന് ബിബ്ലിക്കലായിട്ട് നമുക്കൊരു ചില തെളിവുകൾ നോക്കിയിട്ട് നമുക്ക് മടങ്ങി വരാം. സ്തോത്രം. 2 തിമത്യോസിന്റെ ലേഖനം തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. 2 തിമത്യോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരാം. ദയവായി നിങ്ങൾ തിരുവെഴുത്ത് ശ്രദ്ധിച്ചാട്ടെ. 2 തിമത്യോസിന്റെ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 15-ാമത്തെ വാക്യം, ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടു പോയി കളഞ്ഞു. ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടു പോയി കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. തിമത്യോസിനോട് പൗലോസ് പറയാ, ഈ ലേഖനം പൗലോസ് തിമത്യോസിന് എഴുതുമ്പോൾ നിശ്ചയമായും തിമത്യോസ് എഫെസോസിലെ സഭയുടെ ശുശ്രൂഷകനായിരുന്നു. അപ്പോൾ പൗലോസ് പറയുകയാണ്, ആസ്യക്കാരെല്ലാവരും എന്നെ വിട്ട് പോയിക്കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. പുഗലോസും ഹെർമഗനേസും ആ കൂട്ടത്തിലുള്ളവരാകുന്നു. ഇവർ രണ്ടുപേരും പ്രധാനികളായ ആളുകളായിരിക്കാം, അതുകൊണ്ടാണല്ലോ ഇവരുടെ പേരെടുത്തു പറയുന്നത്. ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടു പോയി കളഞ്ഞു, അത് നീ അറിയുന്നുവല്ലോ. അങ്ങനെ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഈ ആസ്യക്കാരെല്ലാവരും രക്ഷിക്കപ്പെടുന്നതും ദൈവവചനം കേൾക്കുന്നതും ഈ പൗലോസിനാലാണ്. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ അവിടെ 10-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, അത് 2 സംവത്സരത്തോളം നടക്കയാൽ ആസിയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാനിടയായി. കണ്ടോ? അപ്പൊ എഫെസോസിലെ പൗലോസിന്റെ ശുശ്രൂഷയാലാണ് ആസ്യ മുഴുവൻ ദൈവവചനം കേട്ടത്. അങ്ങനെ ആസ്യ മുഴുവൻ ദൈവവചനം കേട്ടത് പൗലോസിനാലാണ്. പക്ഷെ ഇപ്പോഴ് ഇവിടുത്തെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ആസ്യക്കാര് മുഴുവൻ പൗലോസിനെ വിട്ടുപോയി. സ്തോത്രം. അവരിൽ വലിയ വിശ്വാസത്യാഗം സംഭവിച്ചു. സ്തോത്രം. അതിൽ പ്രധാനികളായ 2 പേരുടെ കാര്യം എടുത്തു പറയുന്നുണ്ട്. കാരണം അവരെ കുറിച്ച് കുറച്ച് കൂടുതൽ ഒരു കൺസിഡറേഷൻ പൗലോസിനുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം പൗലോസ് അവരെ കുറിച്ച് എടുത്തു പറയുന്നത്, ഈ 2 ആളുകൾ എന്നെ വിട്ടുപോയി എന്ന് എടുത്തു പറയുന്നത്. സ്തോത്രം. 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നു, പുഗല്ലോസും
ഹെർമഗനേസും ആ കൂട്ടത്തിലുണ്ട്. വിശ്വാസത്യാഗം സംഭവിച്ചു പോയ നിരവധി ആളുകളിൽ എടുത്തു പറയുന്ന രണ്ടുപേർ. സ്തോത്രം. ഇനി അത് മാത്രമല്ല, 2 തിമോഥെയോസ് 4 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 10 വാക്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, 2 തിമോഥെയോസ് 4:10 ശ്രദ്ധിക്കുമ്പോൾ അവിടെ പറയുന്നത്, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയി. നോക്കിയേ, അപ്പൊ എന്താണ് ഈ വിശ്വാസത്യാഗം എന്ന് പറയുന്നത്? അവിടെ ഒരു പോയിന്റ് ഉണ്ട്. എന്താ? ദേമാസ് എന്നെ വിട്ടു പോയെന്നല്ല എഴുതിയിരിക്കുന്നത്, ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോനിക്ക. അപ്പോൾ വിശ്വാസത്യാഗം എന്ന് പറഞ്ഞാൽ ലോകത്തെ സ്നേഹിച്ചു പോകുന്നതിനെയാണ് വിശ്വാസത്യാഗം എന്ന് പറയുന്നത്. അപ്പോൾ ദേമാസ് ഇപ്പോൾ എവിടെ പോയിരിക്കുകയാണ്? ലോകത്തെ സ്നേഹിച്ചു, എന്നെ വിട്ട് തെസലോനിക്കയ്ക്ക് പോയി. കൂടാതെ അവിടെ തന്നെ പറയുന്നുണ്ട്, ക്രേസ്കേസ് ഗലാത്യയ്ക്കും തീത്തോസ് ദൽമാത്യയ്ക്കും പോയത്. അവര് വിശ്വാസത്യാഗം വന്നവരാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ദേമാസിന്റെ കാര്യം വളരെ ക്ലിയർ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ വിശ്വാസത്യാഗം സംഭവിച്ചു പോയ ആളുകളിൽ പിന്നൊരു മടങ്ങിവരവ് കാണുന്നില്ല. അതുകൊണ്ടാണല്ലോ വിശ്വാസത്യാഗം അവരിൽ സംഭവിച്ചു എന്ന് പറയുന്നത്. സ്തോത്രം. ഇവരെ നമുക്ക് പിന്മാറ്റക്കാരെന്ന് വിളിക്കാൻ പറ്റുകയില്ല. കാര്യം പിന്മാറ്റക്കാര് രക്ഷിക്കപ്പെട്ടവരാണ്. ഇപ്പൊ വിശ്വാസത്തിൽ ഇച്ചിരി തണുപ്പും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അവർ രക്ഷിക്കപ്പെട്ടവരാണ്. അവര് ദൈവസന്നിധിയിലേക്ക് ഈ സമയത്ത് മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ വിശ്വാസത്യാഗികൾ എന്ന് പറയുമ്പോൾ അവരും ചർച്ചിനകത്തുള്ള ആളുകളൊക്കെയാണ്. അവരും ചർച്ചയിരുന്ന് സ്തോത്രം പറയുകയും വേദവസം വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടവരല്ല. സ്തോത്രം. വാസ്തവത്തിൽ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവർ അല്ലാത്തത് കൊണ്ട് ഒരു കഷ്ടമോ പ്രയാസമോ പ്രതിസന്ധിയോ തിക്താനുഭവം ഒക്കെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? ഈ വിശ്വാസ മാർഗം വിട്ടുപോയി വിശ്വാസത്യാഗത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പാട്ടുകാരൻ പാടിയത്, ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായി പോയി ഇന്ന് മണ്ണിൽ. സ്തോത്രം. എന്നെക്കാട്ടിലും നിങ്ങളെക്കാട്ടിലും ഒക്കെ ഇവിടെ മിന്നിത്തിളങ്ങി ശോഭിച്ചുകൊണ്ടിരുന്ന പല ശക്തന്മാരും വിശ്വാസത്യാഗത്തിന്റെ കരാങ്കുലകളിൽ പിടിപെട്ട് അവരുടെ പേര് പോലും ഈ മണ്ണിൽ അന്യമായി പോയി. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് നിങ്ങളെ കേൾപ്പിക്കുന്ന സന്ദേശം, നിങ്ങൾ വിശ്വാസത്യാഗത്തിനകത്ത് വിട്ട് ഉഴന്നു പോകാതിരിക്കേണ്ടതിന്, മരണം വരെ നിങ്ങൾ ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന്, നല്ല പോർ പൊരുതി ഓട്ടം തികച്ച വിശ്വാസം കാത്ത് നീതിയുടെ കിരീടത്തിനായി നിങ്ങൾ പൗലോസിനെ പോലെ കാത്തിരിക്കേണ്ടതിന് ഒറ്റ മാർഗമേ ഉള്ളൂ, പിടിച്ചു നിൽക്കാൻ. കുറുക്കു വഴികളില്ല. ക്രിസ്തുവേശുവിന്റെ കൃപയിൽ ശക്തിപ്പെടുക. പ്രൈസ് ഗാഡ്. ഇന്ന് രാവിലെ സമയം ഏറ്റവും മനോഹരമായ നിർദ്ദേശമല്ലേ പൗലോസ് തന്റെ നിജപുത്രനായ അതേ തിമത്യോസിനോട് പറയുന്നു, എൻ്റെ മകനെ, എൻ്റെ മരണം അടുക്കുമ്പോൾ നിനക്ക് തരാനുള്ള ഏറ്റവും വാല്യൂ ആയിട്ടുള്ള എൻ്റെ അഡ്വൈസ്, ക്രിസ്തുയേശുവിന്റെ കൃപയിൽ വേഗം ശക്തിപ്പെടുക എന്നുള്ളതാണ്. സ്തോത്രം. നോക്കുക, മറ്റൊരു ഈ നിർദ്ദേശത്തിന്റെ മറ്റൊരു ആവശ്യകത കൂടെ നമുക്കിന്ന് ചിന്തിക്കാം. സ്തോത്രം. ഞാന് കഴിഞ്ഞ ദിവസം വേറൊരു HTCയുടെ ഒരു മീറ്റിങ്ങിൽ ഈ സന്ദേശത്തിന്റെ ഒരു ഭാഗം, ഈ നിർദ്ദേശത്തിന്റെ മറ്റൊരു ഭാഗം ഞാൻ സംസാരിച്ചതിന്റെ ഒരു വീഡിയോ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കേൾക്കണം. ഈ ആവശ്യകതയുടെ മറ്റൊരു ഭാഗം. നാളെ നമ്മുടെ ഇടയിലും ഞാൻ ആ വിഷയം സംസാരിക്കും. എങ്കിലും കേൾക്കുന്നത് നല്ലതായിരിക്കും. കാര്യം വീഡിയോ റെക്കോർഡിങ് അത് ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് ഇനി ഉണ്ടാകത്തില്ല. സ്തോത്രം.
അപ്പോൾ നമ്മളിപ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ കണ്ടു. ക്രിസ്തുയേശുവിന്റെ കൃപയിൽ ശക്തിപ്പെടുക എന്ന് പൗലോസ് തിമത്യോസിനോട് പറയുന്ന ഈ നിർദ്ദേശത്തിന്റെ രണ്ട് ആവശ്യകതകൾ. ഒന്ന്, നമ്മൾ കണ്ടു, ചുറ്റുപാടുള്ള സഭകളുടെ അവസ്ഥ ശുഭമല്ലാഞ്ഞതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള കൃപയിൽ നീ ശക്തിപ്പെടണം. രണ്ട്, ചുറ്റുപാട് വിശ്വാസത്യാഗം തകൃതിയായി നടക്കുന്നത് കണ്ടപ്പോൾ പൗലോസ് തിമത്യോസിനോട് പറയുകയാണ്, നീ ക്രിസ്തുയേശുവിന്റെ കൃപയാൽ ശക്തിപ്പെടും. മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. സ്തോത്രം. മൂന്നാമത്തെ കാര്യം മറ്റൊന്നുമല്ല, സ്തോത്രം. അതിനെ നമുക്ക് ഇങ്ങനെ ലളിതമായി പറയാം. സ്തോത്രം. തന്റെ ശുശ്രൂഷയുടെ അന്ത്യം, തന്റെ നിര്യാണ കാലം താൻ കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം തിമത്യോസിന്റെ മുൻപിലേക്ക് പൗലോസ് വിൽക്കുന്നത്. സ്തോത്രം. തന്റെ ശുശ്രൂഷയുടെ അന്ത്യം, തന്റെ നിര്യാണ കാലം കൃത്യമായി താൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം തന്യനായ പൗലോസ്ലിഹ തിമത്യോസിന്റെ മുൻപിലേക്ക് വെക്കുന്നത്. സ്തോത്രം. 4-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ, 2 തിമത്യോസ് 4:6 വായിക്കുമ്പോൾ, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. അടുത്തത് പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കും. സ്തോത്രം. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ച ഏവർക്കും. പൗലോസിന്റെ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്, ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടുവാൻ, സ്തോത്രം, എന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു എന്നുള്ള ഈ സ്റ്റേറ്റ്മെന്റ് സൂചിപ്പിക്കുന്ന സന്ദേശം തന്റെ ശുശ്രൂഷയുടെ അന്ത്യമായിരിക്കുന്നു. എനിക്ക് തോന്നുന്നു പൗലോസ് 33 വർഷങ്ങളിലധികം ശുശ്രൂഷിച്ചു എന്നുള്ളതാണ് കൂടുതൽ പേരും വിശ്വസിക്കപ്പെടുന്ന വേദചിന്തകന്മാരുടെ ഇടയിലെ ഒരു അഭിപ്രായം. ആ ശുശ്രൂഷയുടെ അന്ത്യം വന്നിരിക്കുകയാണ്. സ്തോത്രം. എല്ലാ കാലത്തും യൗവനത്തിലോ ചുറുചുറുക്കിലോ ഇരിക്കാമെന്ന് ആരും കരുതണ്ട. നിങ്ങളുടെ അസ്ഥികൾക്ക് ബലക്കുറവുണ്ടാകും, നിങ്ങളുടെ ത്വക്കുകൾ ചുളിയും, നിങ്ങളുടെ ശരീരം ക്ഷയിക്കും. ഇപ്പോഴത്തെ ധൈര്യം അപ്പോൾ ഉണ്ടാകണമെന്നില്ല, ഇപ്പോഴത്തെ കരുത്ത് അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് യൗവനത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് നിങ്ങളുടെ ഹൃദയം തുടിച്ചാലും ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് ഒരിക്കലും സാധ്യമാകുകയില്ല. സ്തോത്രം. ഞാന് ചിലപ്പോഴൊക്കെ ഇരുന്ന് പ്രീ ഡിഗ്രിക്ക് പഠിച്ച ആ കാലഘട്ടം ഒന്ന് തിരിച്ചു കിട്ടിയായിരുന്നൊക്കെ ചിന്തിക്കാറുണ്ട്. കാരണം പ്രത്യേകിച്ച് ഭാരങ്ങളൊന്നുമില്ലാത്ത, ടെൻഷൻസുകളില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. സ്തോത്രം. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഒരു ദിവസം ഫേസ്ബുക്കിനകത്തും വാട്സപ്പിനകത്തും കയറി നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിത് പറയാനുള്ള നല്ല ആർജവത്വം. കാരണം ഞാനൊരു ദിവസം 4-5 മണിക്കൂർ കുറഞ്ഞത് തിരുവഴുത്തിന്റെ മുന്നിൽ ഇരിക്കാറുണ്ട്. ഇന്നലെ ഞാൻ അതിൽ കൂടുതലൊക്കെ ഇരുന്നിട്ടുണ്ട്. സ്തോത്രം. വിവിധ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി. അപ്പം നമ്മുടെ സമയം പിശാച് പല രീതികളിൽ കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നഷ്ടപ്പെടുന്ന സമയം നമുക്കിനി തിരിച്ചു ലഭിക്കത്തില്ല. അതുകൊണ്ടാണ് സമയം തക്കത്തിന് ഉപയോഗിക്കാൻ തിരുവെടുത്ത് പറയുന്നത്. ഇവിടെ പൗലോസ്ലീഹായ്ക്ക് ഒരു കാര്യം വ്യക്തമായി. തന്റെ ശുശ്രൂഷയുടെ അന്ത്യം, നിര്യാണകാലം അടുത്തിരിക്കും. 33 വർഷത്തിലേറെ ലോകത്തിന്റെ അന്നത്തെ കാലത്ത് ജനം പാർത്തിരുന്ന എല്ലാ സ്ഥലങ്ങളിലും സുവിശേഷം പ്രസംഗിച്ചു.
അന്നത്തെ കാലത്ത് പ്രാദേശിക സഭകൾക്ക്, ദൈവസഭകൾക്ക് അത്യാവശ്യമായിരുന്ന വെളിപ്പാടുകൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു, നിങ്ങൾ കേൾപ്പിച്ചു എന്ന് പറഞ്ഞ് ആ വെളിപ്പാടുകൾ സഭയ്ക്ക് താൻ കൈമാറി. സ്തോത്രം. പൗലോസ് മുഖാന്തരം നിരവധി വെളിപ്പാടുകൾ ദൈവം പുതിയ നിയമത്തിൽ കൈമാറി. നിങ്ങളൊന്ന് ഓർത്തു നോക്കി. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ നിന്ന് പൗലോസിന് ലഭിച്ച വെളിപ്പാടുകൾ മാറ്റിവെച്ചാൽ പിന്നെ പുതിയ നിയമം വല്ലതും ഉണ്ടോ? ആ 27 പുസ്തകത്തിൽ നിന്ന് ആ 14 ലേഖനം ഒന്ന് മാറ്റിവെച്ച്. സ്തോത്രം. ബാക്കി എല്ലാ പുസ്തകങ്ങളിലുമുള്ള വിഷയങ്ങളുടെ ക്രോഡീകരണമാണ് ഈ 14 ലേഖനങ്ങൾക്കകത്തുമുണ്ട്. സ്തോത്രം. അപ്പോൾ 33 വർഷത്തെ തന്റെ ശുശ്രൂഷാ ജീവിതം അതിശക്തമായ 2 മിഷണറി യാത്രകൾ ചെയ്തു. മൂന്നാമത്തെ മിഷണറി യാത്ര പൂർത്തിയാക്കിയില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. വിവിധ ഇടങ്ങളിൽ സഭകൾ സ്ഥാപിച്ചു. താൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച് സഭകൾക്ക് വെളിപ്പാടുകൾ കൈമാറി. സഭകളിൽ നിലനിന്നിരുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ താൻ ലേഖനങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ പരിഹരിച്ചു. നീണ്ട 33 വർഷത്തെ പകരം വെക്കാൻ കഴിയാത്ത ശുശ്രൂഷാ ജീവിതം ഇപ്പോൾ അതിന്റെ പര്യവസാനത്തിലേക്ക് വരികയാണ്. താൻ പാനീയയാഗമായി ഒഴിക്കപ്പെടുവാൻ പോകും. സ്തോത്രം. മോശ പഴയ നിയമത്തിന് എന്തായിരുന്നു, അതാണ് പുതിയ നിയമത്തിന് പൗലോസ്. പഴയ നിയമത്തിന് എന്ത് പ്രാധാന്യതയായിരുന്നോ മോശ എന്ന വ്യക്തി എങ്കിൽ അതേ പ്രാധാന്യതയാണ് പുതിയ നിയമത്തിന് പൗലോസ് നൽകുന്നത്. സ്തോത്രം. മോശ ആദ്യം പഴയ നിയമത്തിൽ പഞ്ചഗ്രന്ഥങ്ങൾ എഴുതി. 5 പഞ്ചഗ്രന്ഥങ്ങൾ എഴുതി. ആ 5 പഞ്ചഗ്രന്ഥങ്ങളുടെ ബേസിക്കിലാണ് ബാക്കി 34 പുസ്തകങ്ങളും പഴയ നിയമത്തിലുള്ളത്. ഇതുപോലെയാണ് പൗലോസ്. സ്തോത്രം. പൗലോസ് പറയാത്ത ഒരു കാര്യവും മറ്റുള്ളവരാരും, വേറെ ഒരു എഴുത്തുകാരും പറഞ്ഞിട്ടില്ല. മറ്റെഴുത്തുകാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൗലോസും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പൗലോസിന്റെ ഇപ്പോഴത്തെ ഈ നിർദ്ദേശത്തിന്റെ ആവശ്യകത, എന്റെ മകനെ, ക്രിസ്തുവേശുവിലുള്ള കൃപയിൽ നീ ശക്തിപ്പെടണം എന്ന് പറയുന്നതിന്റെ ആവശ്യകത എന്താന്ന് ചോദിച്ചാൽ, തന്റെ മരണം കൊണ്ട് ഈ ശുശ്രൂഷ നിന്നു പോകരുത്. തന്റെ മരണം കൊണ്ട് സഭാസ്ഥാപനം നിൽക്കരുത്. തന്റെ മരണം കൊണ്ട് മിഷണറി പ്രവർത്തനം നിൽക്കരുത്. തന്റെ മരണം കൊണ്ട് സഭയ്ക്ക് ലഭിക്കുന്ന വെളിപ്പാടുകൾ നിൽക്കരുത്. പിന്നെയോ തന്നിൽ ദൈവം ഭരമേൽപ്പിച്ച ശുശ്രൂഷ തുടരപ്പെടണമെങ്കിൽ വീണ്ടും തുടരുവാൻ ആവശ്യകതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് താൻ ഒരിക്കൽ താൻ രക്ഷിക്കപ്പെടുത്തിയെടുത്ത തിമത്തിയോസിനെ തന്നെ പോലെ തന്നെ വാർത്തെടുത്തതും തന്നെ പോലെ തന്നെ പണിത് പൗലോസ് കൊണ്ടുവന്നതും. അപ്പോൾ തന്നിലൂടെ ദൈവം തുടങ്ങി വെച്ച ശുശ്രൂഷ തിമത്തിയോസ് എന്ന യൗവനക്കാരിലൂടെ തുടരണമെങ്കിൽ ക്രിസ്തുവേശുവിലുള്ള ദൈവത്തിന്റെ കൃപയാൽ അവൻ ശക്തിപ്പെടും. ഓ, എന്തൊരു മനുഷ്യനാന്ന് നോക്കി. ഞാന് കൊതിച്ചു പോവുകയാണ് ഇങ്ങനെ ഒരു ഗുരുവിനെ കിട്ടാൻ. പല ഗുരുക്കന്മാരും എന്നേക്കാൾ മുകളിലോട്ടാവും പൊങ്ങരുതെന്ന് ചിന്തിക്കുമ്പം, ഇപ്പൊ ഞാനിവിടെ പറയുകയാണ്, എന്നേക്കാൾ ശുശ്രൂഷയിൽ ശോഭിച്ചു വരണം പ്രദീപ് ബ്രദർ, നമ്മുടെ ബിനു സഹോദരൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതൊരു എന്റെ കാലം കൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ തീരരുത് എന്ന് ചിന്തിക്കുമ്പോൾ, പൗലോസ്, നിങ്ങളെ ഈ തിമത്തിയോസിന് 1-2 ലേഖനം വായിക്കും മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഈ ഒത്തിരി പോരായ്മകളുള്ള മനുഷ്യനായിരുന്നു ഈ തിമത്തിയോസ്. അത് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. നമ്മൾ ആ ഒരു സബ്ജക്റ്റിലേക്ക് വരുന്നു. സ്തോത്രം. ഒത്തിരി പോരായ്മകളുള്ള മനുഷ്യനായിരുന്നു.
ആ പോരായ്മകളുള്ള കുറവുകളുള്ള മനുഷ്യനെ ഓരോ സമയത്തും ഇഞ്ചക്ഷൻ കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ഈ തുള്ളിമരുന്ന് കൊടുക്കുന്ന പോലെ ആവശ്യമുള്ള ഇങ്ങനെ നിർദ്ദേശം കൊടുത്ത് അവനെ പണിത് കൊണ്ടുവരിക. എന്തിനാണെന്നറിയാമോ? തന്നെക്കാൾ കരുത്തരായ ഒരു പോരാളിയാകാൻ, പട ചേർത്തവനെ പ്രസാദിപ്പിക്കുന്ന ഒരു ഭടനാകാൻ, കഷ്ടം സഹിക്കുന്നതിൽ മടുത്തു പോകാത്ത ഒരു ഭടനാകാൻ, ദൈവശക്തിയുടെ ഒരു വക്താവാക്കി തീർക്കുവാൻ പൗലോസിനെ തിമോത്തിയോസിനെ പണിതുകൊണ്ടുവരികയാണ്. ഇപ്പോൾ പൗലോസിന്റെ ഏറ്റവും വലിയ ചിന്ത തന്റെ ശുശ്രൂഷ അവസാനിക്കുന്നു, തന്റെ നിര്യാണകാലം അടുത്തു, താൻ പാനീയാഗമാകുന്നു. എന്നേക്കാൾ ശക്തനായി തിമോത്തിയോസ് ഞാൻ തുടങ്ങി വെച്ച ശുശ്രൂഷ അവൻ തുടരണമെങ്കിൽ നിശ്ചയം ഇപ്പോഴത്തെ അളവിലൊന്നും പോയ കാര്യം നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ തുടങ്ങി വെച്ച ശുശ്രൂഷ അവൻ തുടരണമെങ്കിൽ, എന്നേക്കാൾ ശക്തമായ ശുശ്രൂഷയെ കൊണ്ടുപോകണമെങ്കിൽ അവന് കൊടുക്കേണ്ട ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള അഡ്വൈസ്, എന്റെ മകനെ ക്രിസ്തുവേശുവിലുള്ള ദൈവത്തിന്റെ കൃപയാൽ ശക്തിപ്പെടുക. ഇന്ന് രാവിലെ ആരെങ്കിലും സ്തോത്രം ശുശ്രൂഷയിൽ തുടരുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളൊരു കാര്യം ഓർക്കണം. പൗലോസ് തുടങ്ങി വെച്ച ശുശ്രൂഷയിലാണ് ഞാൻ നിങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. നാളെ നിങ്ങളുടെ കാലം കഴിയും, നിങ്ങളുടെ തലമുറ നിങ്ങൾ തുടങ്ങി വെച്ച ശുശ്രൂഷ തുടരണമെങ്കിൽ ഇന്ന് രാവിലെ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, എന്താ? ക്രിസ്തുവേശുവിലുള്ള കൃപയിൽ ശക്തിപ്പെടുക. നിങ്ങളുടെ തലമുറകൾക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ വാല്യുബിൾ ആയിട്ടുള്ള അഡ്വൈസ്, എന്റെ മകനെ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. സ്തോത്രം. ഒരു അതിപ്രധാനപ്പെട്ട നിർദ്ദേശം കൂടെ ഉണ്ട്. സ്തോത്രം. ഞാൻ ആ നിർദ്ദേശം കൂടെ പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടോപ്പിക്ക്, സ്തോത്രം, ഈ നിർദ്ദേശത്തിന്റെ ആവശ്യകത എന്നുള്ള ടോപ്പിക്ക് അവസാനിക്കും. സ്തോത്രം. അതുകൂടെ അങ്ങ് പറഞ്ഞു പോകാം. സ്തോത്രം. മൂന്നാമത്തെ കാര്യം, ഇന്നത്തെ മൂന്നാമത്തെ കാര്യം, സ്തോത്രം, ശക്തിപ്പെടേണ്ടതിന്റെ ക്രിസ്തുവേശുവിനുള്ള കൃപയാൽ ശക്തിപ്പെടണമെന്ന് പൗലോസ് നിർദ്ദേശം കൊടുത്തതിന്റെ അടുത്ത കാര്യം, സ്തോത്രം. ഇപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ ചിന്തിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു സഭകളുടെ ശുഭതയല്ലാത്ത അവസ്ഥ. ഇന്ന് നമ്മൾ ചിന്തിച്ചു, സ്തോത്രം, ചുറ്റുപാടുള്ള വിശ്വാസത്യാഗത്തിന്റെ അരങ്ങേറ്റമാണ് ഇങ്ങനെ ഒരു നിർദ്ദേശത്തിന്റെ കാരണം. കൂടാതെ തനിക്ക് ശേഷം അജയനായ ഒരു പോരാളിയായ തിമോത്തിയോസ് താൻ ചെയ്ത ശുശ്രൂഷ തുടരണമെങ്കിൽ അവൻ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെട്ടു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. സ്തോത്രം. ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക എന്നുള്ള ഈ മെസ്സേജ്, ഈ ദൂത് തിമോത്തിയോസിനെ സംബന്ധിച്ച് വ്യക്തിപരമായി നിർദ്ദേശം അത്യാവശ്യമായിരുന്നു. ആവശ്യമല്ലായിരുന്നു, അത്യാവശ്യമായിരുന്നു. അതാണ് ഈ പോയിന്റ്. എന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ തിമോത്തിയോസിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ ബാഹ്യമായി ഈ തിമോത്തിയോസ് ഒരു വലിയ ഉത്സാഹിയൊന്നും ആയിരുന്നില്ല. അദ്ദേഹം എപ്പോഴും പുറകോട്ട് മാറി നിൽക്കാൻ ഇഷ്ടപ്പെട്ട ഒരാളാണ്, മുൻപിൽ വന്ന് നിൽക്കാൻ ഇഷ്ടപ്പെട്ട ഒരാളല്ല ഈ തിമോത്തിയോസ്. അദ്ദേഹം ഒരു ഉത്സാഹിയായ മനുഷ്യനായിരുന്നില്ല. സ്തോത്രം. നിങ്ങൾക്ക് ഈ 2 തിമോത്തിയോസ് 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ 6-ാം വാക്യത്തിൽ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്ന ചില സ്റ്റേറ്റ്മെന്റുകളുണ്ട്. 6-ാം വാക്യം. സ്തോത്രം. അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. റിമൈൻഡ് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ. എന്താ ഓർമ്മപ്പെടുത്തൽ? ഇദ്ദേഹത്തിന് കൃപാവരമുണ്ട്. ഒരിക്കൽ പൗലോസിന്റെ കൈവെപ്പിനാൽ കൃപാവരം ലഭിച്ചതുമാണ്. പക്ഷേ അത് ജ്വലിപ്പിക്കാൻ കഴിയുന്നില്ല. മനഃപൂർവ്വമാണോ അല്ലാതെയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം ബാഹ്യമായ ഒരു ഉത്സാഹിയൊന്നുമല്ല. അദ്ദേഹം പുറകിലേക്ക് മാറി നിൽക്കുന്ന ഒരാളാണ്, മുൻപിൽ വന്ന് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. പക്ഷേ ലഭിച്ച കൃപാവരം ജ്വലിപ്പിക്കാൻ കഴിയാത്ത, ബന്ധിക്കപ്പെട്ടതുപോലൊരു അവസ്ഥയിലാണ് തിമോത്തിയോസ്. പല ആളുകൾക്കും കൃപാവരമുണ്ട്, പക്ഷെ യൂസ് ചെയ്യാൻ കഴിയുന്നില്ല, ജ്വലിപ്പിക്കാൻ പറ്റുന്നില്ല. എന്നും ഒരേ അളവിൽ തന്നെ നിൽക്കുകയാണ്.
ആ പാടുന്ന ആ പഴയ അളവിൽ തന്നെ, ആ പ്രാർത്ഥിക്കുന്ന ആ പഴയ അളവിൽ തന്നെ, ആ പ്രവചിക്കുന്ന ആ പഴയ, അതിന് അടുത്ത മേഖലകളിലേക്ക് കയറാൻ പറ്റുന്നില്ല. ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുന്നു, നിന്റെ പ്രാപിച്ച ശുശ്രൂഷയുടെ കൃപാവരത്തിന്റെ ജ്വലനത്തിന്റെ അടുത്ത തലത്തിൽ കയറാൻ കഴിയാതെ എവിടെയൊക്കെയോ ബന്ധിക്കപ്പെട്ടു പോയ ചിലതിനെ നോക്കി പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ആ കെട്ട് പൊട്ടി പുറത്തു വരാൻ ക്രിസ്തുവേശുവിന്റെ കൃപയിൽ ഇന്ന് പകൽ ശക്തിപ്പെടണം. ക്രിസ്തുവേശുവിന്റെ കൃപയാൽ ആ കെട്ട് പൊട്ടിക്കാനുള്ള ശക്തീകരണം പ്രാപിച്ചുകൊണ്ട് ഈ മെസ്സേജ് വിട്ട് പുറത്തു പോകാവൂ. സ്തോത്രം. നോക്കുക, കണ്ടോ ഇപ്പോൾ തിമത്യോസിന്റെ അവസ്ഥ എത്ര ശോചനീയമാണെന്ന് നോക്കുക വ്യക്തിപരമായി. ഇനി കൂടാതെ നമുക്ക് വീണ്ടും ആ 1-ാം അധ്യായം തന്നെ വായിക്കുമ്പോൾ 7-ാം വാക്യം പറയുന്നു, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ എത്ര ദൈവം നമുക്ക് തന്നത്. തിമത്യോസ് എന്ന മനുഷ്യനിൽ ഒരു ഭീരുത്വത്തിന്റെ ആത്മാവ് മറഞ്ഞിരിക്കുന്നു, ഭയത്തിന്റെ ആത്മാവ്. ഭയം രണ്ട് രീതിയിലുണ്ട്, ദൈവദത്തമായ ഭയമുണ്ട്, അല്ലാത്തതുമുണ്ട്. ഗോഡ്ലി ഫിയർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ദൈവത്തോട് ഭയം ഉണ്ടാകുന്നത്, മാതാപിതാക്കളോട് ഉണ്ടാകുന്നത്. ഈ ഗോഡ്ലി ഫിയർ എപ്പോൾ അൺഗോഡ്ലി ഫിയർ ആയി മാറുന്നു, അപ്പോൾ ആ ഭയത്തെ വിളിക്കുന്ന പേരാണ് മെഡിക്കൽ സയൻസ് പ്രകാരം ഫോബിയ എന്നാണ് വിളിക്കുന്നത്. വിവിധ തരത്തിലുള്ള ഫോബിയകളുണ്ട്. അടുത്ത കാലത്തായിട്ട് മെഡിക്കൽ സയൻസിൽ അത് ആ ഫോബിയകളെ കുറിച്ചുള്ള പഠനം 700 ഫോബിയാസ് ഉണ്ട് എന്നാണ്, 700ഓളം ഫോബിയാസ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. സിംഗപ്പൂരിൽ ഒരു ഒരു ഗ്രൂപ്പ് ഡോക്ടേഴ്സ് അവരുടെ റിസർച്ചിലൂടെ കണ്ടുപിടിച്ചത് 7000 ഫോബിയാസ് ഉണ്ടെന്നാണ്, 7000ഓളം ഫോബിയാസ്. നമ്മുടെ ചുറ്റും തന്നെ നോക്കിയാൽ പല ആളുകളുണ്ട്. ലിഫ്റ്റ് കയറാൻ ഭയമുള്ള ആളുകളുണ്ട്, ലൈസൻസ് ഉണ്ടായിട്ട് വണ്ടി ഓടിക്കാൻ ഭയമുള്ള ആളുകളുണ്ട്, ആകാശത്തോട്ട് ഉയരത്തിലേക്ക് നോക്കാൻ ഭയമുള്ള ആളുകളുണ്ട്, ഒറ്റയ്ക്കിരിക്കാൻ ഭയമുള്ള ആളുകളുണ്ട്. സ്തോത്രം. ചില ആളുകൾക്ക് പിന്നെ ഒരു എന്തെങ്കിലും ആ രോഗം എനിക്ക് വരുമോ എന്ന് ഭയപ്പെടുന്ന ആളുകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത വിവിധ തരത്തിലുള്ള ഭയങ്ങൾ ഭരിക്കുന്ന ആളുകൾ. പക്ഷെ ഈ ഭയം ഒരാളിൽ പ്രവേശിച്ചാൽ അയാളുടെ ആത്മവിശ്വാസം, ധൈര്യം, അയാളുടെ പൊട്ടൻഷ്യൽ ഇതെല്ലാം നശിച്ചു പോകും. ഭയം ഒരാളിൽ പ്രവേശിച്ചാൽ ആ ഭയം വിശ്വാസത്തെ ചോർത്തും. അതുകൊണ്ടാണല്ലോ യേശു തോണിയുടെ അമരത്തിരിക്കുമ്പോഴും കാറ്റും തിരമാലയും വീശിയപ്പോൾ ശിഷ്യന്മാർ ഭ്രമിച്ചെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ച ചോദ്യം, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഭയം വന്നപ്പോൾ കർത്താവ് തോണിയിൽ ഉണ്ടെങ്കിൽ പോലും അവരുടെ വിശ്വാസം ചോർന്നത്. യോഹന്നാന്റെ ലേഖനം പറയുന്നു, ഭയം ഒരാളിൽ കയറിയാൽ ആ ഭയം അവരെ ദണ്ഡിപ്പിക്കുമെന്ന്. നോക്ക, തിമത്യോസിൽ ഇപ്പോൾ ഭീരുത്വത്തിന്റെ ആത്മാവ് വന്നിരിക്കുക. സ്തോത്രം. ഭീരുത്വത്തിന്റെ ആത്മാവ് വന്നിരിക്കുക. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഭാഗം ഇങ്ങനെ വായിച്ചപ്പോൾ അവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം, സ്തോത്രം, ഈ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 1 തിമത്യോസ് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക പരാമർശം തിമത്യോസിനോട് പൗലോസ് പറയുന്നുണ്ട്. സ്തോത്രം. 1 തിമത്യോസ് 5-ാം അധ്യായം 23-ാം വാക്യം, മേലാൾ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണതയും കൂടെയുള്ള ഈ ക്ഷീണവും നിമിത്തം അല്പം വീഞ്ഞ് സേവിച്ചോളാൻ. ഈ വാക്യത്തെ പല ആളുകളും പല രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട്, പക്ഷേ മിസ്യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ഈ 1 തിമത്യോസ് 5:23 പൗലോസ് പറയുകയാണ്, കൂടെയുള്ള നിന്റെ ഈ ക്ഷീണം. അപ്പൊ തിമത്യോസിന് എന്തോ ഒരു ക്ഷീണം കൂടെ വരുന്നുണ്ട്. സ്തോത്രം. പിന്നെ പുള്ളിക്ക് ഒരു അജീർണതയുണ്ട് എന്ന് പറഞ്ഞാൽ വയറിനൊരു ചില പ്രശ്നമുണ്ട് പുള്ളിക്ക്. ഈ അതിന് വേദചിന്തകന്മാർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇദ്ദേഹത്തിന് ഈ ഭയമാണല്ലോ, ഭീരുത്വമാണല്ലോ. ഈ ഭയമുള്ള മനുഷ്യനായതുകൊണ്ട് ആരെങ്കിലും വിളിച്ചു പറയുകയാണ്, തിമത്യോസേ, അടുത്ത ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചയിൽ വന്ന് പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞത്തെ കാര്യമാണ്, ഒരാഴ്ച കഴിഞ്ഞ് പ്രസംഗിക്കാൻ വേണ്ടി ബുക്ക് ചെയ്യുന്നതാ. പുള്ളിക്ക് ആ ഞായറാഴ്ച രാവിലെ ആകുമ്പോൾ മുതൽ ഈ ഭയം കൊണ്ട്, പ്രസംഗിക്കണമെന്നുള്ള ഭയം കൊണ്ട് പുള്ളിക്ക് വയറിന് പ്രശ്നമാണെന്നാ പറയുന്നത്. സ്തോത്രം. അങ്ങനെയാ ചില ചിന്തകന്മാർ പറയും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരു സൈക്കോസൊമാറ്റിക് ഡിസീസാണ്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ മനസ്സിന്റെ പ്രശ്നം അദ്ദേഹത്തിന്റെ ശരീരത്തെ ബാധിക്കും, അദ്ദേഹത്തിന് വയറിന്റെ പ്രശ്നമൊക്കെ ആയിട്ട് ഫീൽ ചെയ്യും. ചില ആളുകൾ അങ്ങനെ ഉണ്ട്. ഇപ്പം ട്രെയിനെ കയറാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാകുന്ന ആളുകളുണ്ട്.
ഫ്ലൈറ്റ് കയറാൻ തുടങ്ങുമ്പം ഭയങ്കര ഇല്ലാത്ത അസ്വസ്ഥതകൾ, ടോയ്ലറ്റിൽ പോകണമെന്നും പല രീതി ഡിസ്റ്റർബൻസുകൾ ഉണ്ടാകുന്നുണ്ട്. കാരണം ഇതൊരു അകത്ത് ബാധിച്ച ഭയം, അത് അത് ആ മനസ്സിന്റെ പ്രശ്നം ശരീരത്തിൽ ബാധിക്കുന്നത്. സ്തോത്രം. അപ്പോ ഒരു കാര്യം വ്യക്തമാണ്, തന്റെ ഭീരുത്വം തന്റെ ശരീരത്തെ വരെ ബാധിച്ചു എന്നാണ് വേദചിന്തകന്മാർ പറയുന്നത്. സ്തോത്രം. ഇന്ന് രാവിലെ സമയം ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് തിയോളജി കാണും, ഡോക്ടറേറ്റ് കാണും, നിങ്ങൾക്ക് ജ്ഞാനം കാണും, ഒത്തിരി കാര്യം കാണും. പക്ഷെ നിങ്ങളുടെ അകത്തുള്ള ഭയത്തിന്റെ സ്പിരിറ്റ് നിങ്ങളെ പൊങ്ങി വരാൻ സമ്മതിക്കത്തില്ല. ഭയത്തിന്റെ സ്പിരിറ്റ് നിങ്ങളുടെ ശുശ്രൂഷയെ ഒരു പരിധി കൊണ്ട് ബന്ധിച്ചു കളയും. നിങ്ങളുടെ നാവ് പുൾപിറ്റിൽ നിന്നാൽ ചലിക്കാൻ സമ്മതിക്കത്തില്ല. ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ ചില ആളുകളുടെ ഭരിക്കുന്ന ഭയത്തിന്റെ സ്പിരിറ്റുകളെ, അതിന്റെ തായ്വേരുകളെ യേശുവിന്റെ നാമത്തിൽ ആത്മമണ്ഡലത്തിൽ അതിനെ നിരോധിക്കാൻ ദൈവാത്മാവ് പറയുന്നു. അതിനെ ജയിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്റെ മകനെ, ക്രിസ്തുവേശുവിനുള്ള കൃപയാൽ നീ ശക്തിപ്പെട്ടേ മതിയാകൂ. സ്തോത്രം. ഇനി അത് മാത്രമല്ല, ഈ തിമത്യോസിനെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഒറ്റ വാക്കിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സ്തോത്രം. 2 തിമത്യോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ തന്നെ തിമത്യോസിനെ കുറിച്ച് പറയുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 8-ാം വാക്യം. 2 തിമത്യോസ് 1:8 ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, ഇദ്ദേഹം ലജ്ജിക്കുന്ന സ്വഭാവമുള്ള മനുഷ്യനാണ്. ലജ്ജ. സ്തോത്രം. എന്തിനെ കുറിച്ചൊക്കെ ലജ്ജയുണ്ട്? സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യത്തെ കുറിച്ചും അവന്റെ ബദ്ധനായ എന്നെ കുറിച്ചും ലജ്ജിക്കാതെ, പൗലോസിനെ കുറിച്ചും ക്രിസ്തുവേശുവിന്റെ സാക്ഷ്യത്തെ കുറിച്ചൊക്കെ ലജ്ജയുള്ള മനുഷ്യൻ. ഇദ്ദേഹം ഒരു ലജ്ജാശീലനാണ്. സ്തോത്രം. ലജ്ജാശീലനാണ്. അദ്ദേഹം ലജ്ജിക്കുന്നൊരവസ്ഥയുണ്ട്. ഇംഗ്ലീഷിൽ, ആംഗലേയ ഭാഷയിൽ തിമത്യോസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ടിമിഡ് തിമോത്തി എന്നാ പറയുന്നത്. ടിമിഡ്, TIMID, ടിമിഡ് തിമോത്തി എന്നാ പറയുന്നത്. ടിമിഡ് എന്ന വാക്കിന്റെ അർത്ഥം ലജ്ജിക്കുക, ഭീരുവാകുക, നാണം കുടുങ്ങി എന്നൊക്കെയുള്ള അർത്ഥങ്ങളിലാണ് ടിമിഡ് എന്ന പദം ഉപയോഗിക്കുന്നത്. സ്തോത്രം. ഇദ്ദേഹം ഒരു ലജ്ജാശീലമുള്ള, നാണം കുടുങ്ങിയ, ഭീരുവായൊരു മനുഷ്യനായിരുന്നു. സ്തോത്രം. എന്നാൽ ഈ തിമത്യോസിനെയും തീത്തോസിനെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ, തീത്തോസ് എന്ന് പറയുന്ന മനുഷ്യൻ അസാധാരണ ഒരു മനുഷ്യനാണ്. കാരണം അദ്ദേഹത്തെ ഒരു കാര്യം നമ്മൾ ഏൽപ്പിച്ചാൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട, ആ കാര്യം സാധിച്ചിട്ടേ അദ്ദേഹം വരൂ, തീത്തോസ് വരത്തുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത് പോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തീത്തോസിനെയാണ് അയച്ചത്. കൊരിന്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഏറ്റവും വഷളത്വം നിറഞ്ഞ ആ ദേശം, ആ വലിയ പ്രശ്നങ്ങൾ നിറഞ്ഞ സഭയായിരുന്നു. പക്ഷെ അവിടെ തീത്തോസിനെയാണ്. കാരണം അവിടേക്ക് ഒരു കാര്യത്തിന് തീത്തോസിനെ അയച്ചാൽ തീത്തോസ് അത് നടത്തിയിട്ട് വരുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷെ അതേസമയം എഫസോസിൽ തിമത്യോസിനെ വിട്ടിട്ട് കാരാഗ്രഹത്തിൽ വന്ന് കിടക്കുന്ന പൗലോസിന് ഒരു സുഖമില്ല മനസ്സിന്. കാരണം തിമത്യോസ് എഫസോസിൽ ഉണ്ടെങ്കിൽ പോലും അവന്റെ യൗവനം ആരെങ്കിലും തുച്ഛീകരിക്കുമോ എന്നുള്ള ആശങ്കയായിരുന്നു പൗലോസിന്റെ ഉള്ളിൽ മുഴുവൻ. സ്തോത്രം. കാരണം അവനൊരു നാണം കുടുങ്ങിയും ലജ്ജാശീലനും, അതേ, കൃപാവരം ജ്വലിപ്പിക്കാൻ ഉത്സാഹമില്ലാത്ത ഒരു വ്യക്തിയും ഭീരുത്വത്തിന്റെ ആത്മാവൊക്കെ ഉള്ള ഒരാളായിരുന്നു എന്ന് പൗലോസിന് നല്ല ധാരണയുള്ളത് കൊണ്ട് പൗലോസ് എന്ത് ചെയ്യുകയാണ്? സ്തോത്രം. ഈ തിമത്യോസിനോട് അതിശക്തമായി പറയുകയാണ്, കൃപാവരത്തിന്റെ ജ്വലനമില്ലാത്ത അവസ്ഥയും ഭീരുത്വവും ലജ്ജാശീലവും യൗവനം തുച്ഛീകരിക്കപ്പെടുന്ന അനുഭവങ്ങളും ഒക്കെ വിട്ടുമാറി നീ പെർഫെക്റ്റ് ആയ ഒരു ശുശ്രൂഷകനായി തീരുവാൻ, അതെ, നീ ശക്തനായൊരു പടയാളിയായി തീരുവാൻ അത്യാവശ്യമുള്ളൊരു നിർദ്ദേശം ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ഇന്ന് രാവിലെ സമയം എത്ര പേർക്ക് ഈ സന്ദേശത്തിന് മുന്നിൽ സമർപ്പിക്കപ്പെടാൻ കഴിയുന്നുണ്ട്? സ്തോത്രം. 4 കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായി ഈ നിർദ്ദേശത്തിന്റെ അത്യാവശ്യത്തെ കുറിച്ച് ചിന്തിച്ചത്. 1, സഭകളുടെ അവസ്ഥകൾ അത്ര ശോചനീയമായിരുന്നത് കൊണ്ട് അതിന്റെ നടുവിൽ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. 2, വിശ്വാസത്യാഗം ചുറ്റും നടക്കുമ്പോൾ അതിൽ വീണു പോകാതിരിക്കാൻ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. 3, തന്റെ ശുശ്രൂഷയുടെ അന്ത്യമായതുകൊണ്ട് തനിക്ക് പകരം ഒരു തുടർച്ചക്കാരനായി തിമത്യോസ് നിൽക്കേണ്ടതിന് ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. 4, വ്യക്തിപരമായ ജീവിതത്തിലെ കുറവുകൾ മാറി
തിമോത്തിയോസ് ശക്തനായൊരു പോരാളിയായി തീരുവാൻ ക്രിസ്തുവേശുവിലുള്ള ദൈവത്തിന്റെ കൃപയാൽ ശക്തി. തലകൾ വണക്കാം, കണ്ണുകൾ മൂടാം, പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താണ്. വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ് തിമോത്തിയോസിന് പൗലോസ് കൊടുത്തത്. സ്തോത്രം. ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ് എപ്പോൾ നടക്കുന്നു ആ സമയത്ത് നമുക്ക് നിശ്ചയമായും ഈ അതേ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടാൻ വേണ്ടി നാം എന്തൊരുക്കമാണ് എടുക്കേണ്ടത് എന്നുള്ള വിഷയം നമുക്ക് ചിന്തിക്കാം. പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കാം. മഹാദൈവമേ, സ്വർഗീയ പിതാവ്, രാവിലെ സമയം ഞങ്ങൾക്ക് നൽകിയ തിരുവെഴുത്തുകളുടെ ആ ചിന്തകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയുടെ വചനത്തെ സ്വീകരിക്കുന്നു. ആ വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ബ്ലസ് ചെയ്യുന്നു. ക്രിസ്തുവേശുവിന്റെ കൃപയിൽ ഇവർ ശക്തിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. മഹത്വം കർത്താവോട് അത്ഭുതം ചെയ്യും. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ. ആ കർത്താവ് പ്രാർത്ഥനയും യാതനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാതാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ദൂരത്തും ചാരത്തുമുള്ള എല്ലാ സമശിഷ്ടങ്ങളും കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത്തെ മേഘപ്രത്യക്ഷ വരെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാവിലെ സമയം ജയ നൽകിയ പിതാവിനെ ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും സമാധാനം, വന്ദനം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.